ഭാര്യയും കാമുകനും ചേർന്ന് കുടുക്കിയെന്ന ആരോപണം. വ്യാജ ബലാത്സംഗ കേസിലെ പ്രതിക്ക് നീതി ലഭിച്ചു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവതിയുടെ വ്യാജ പരാതിയിൽ 32 ദിവസം റിമാൻഡിലായ ആലങ്ങാട് മാളികം പീടിക അറക്കൽ വീട്ടിൽ അബ്ദുൾ ഖാദർ മകൻ താരിഖ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി പറവൂരിലെ അതിവേഗ കോടതി വെറുതെ വിട്ടു. താരിഖിന്റെ ഭാര്യ മഞ്ചേരി പത്തപ്പിരിയം നിറുമ്പൻ വീട്ടിൽ ഉസ്മാൻ മദിനിയുടെ മകൾ സിദ്രത്തുൽ മുൻതഹ, കാമുകൻ ആലങ്ങാട് മാളികം പീടിക മണ്ണത്താട്ട് വീട്ടിൽ അടിമക്കുട്ടി മകൻ അഷ്റഫ് എന്നിവർ ചേർന്നാണ് അഷ്റഫിന്റെ ബന്ധുവായ യുവതിയെ കൊണ്ട് വ്യാജ ബലാത്സംഗ കേസ് കൊടുത്തത്. ഇതേക്കുറിച്ച് പറവൂർ ന്യായവേദി ചെയർമാൻ അഡ്വക്കേറ്റ് VA ഹക്കീം, വ്യാജപ്രതി താരിഖ് എന്നിവർ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2020 നവംബർ മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലുമൊക്കെ കോവിഡ് നിയന്ത്രണത്തിൽ പൊതുവെ ഉദ്യോഗസ്ഥന്മാരും കോടതികളുമൊക്കെ നിർജീവമായി നിൽക്കുന്ന ഒരു സമയത്താണ് ആലുവ വെസ്റ്റ് പോലീസ് എൻ്റെ ഈ കൂടെയുള്ള ഈ താരിഖ് എന്ന് പറയുന്ന ഒരു ആളുടെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും അന്ന് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോവിഡ് സെന്ററുകളാണ് അന്ന് ജയിലുകളൊക്കെ കോവിഡ് സെന്ററുകൾ ഒക്കെ ആയി രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോവിഡ് സെന്ററിലേക്ക് മാറ്റി പോലീസ് കൊണ്ടുപോകാനുണ്ടായത്. ഈ കേസിലെ പിന്നാമ്പറങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയൊരു ഗൂഢാലോചന ഈ കേസിൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ കേസിലെ പ്രതിയായി ആരോപിക്കപ്പെടുന്ന താരിഖ് വിവാഹം കഴിച്ചിരിക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലാണ്. മഞ്ചേരിയിലെ ഒരു സ്കൂളിന്റെ ഉടമസ്ഥയാണ്. അവിടുത്തെ വളരെ പൗരപ്രമുഖയായ ഒരു കുടുംബമാണ്. സാമ്പത്തികമായി വളരെ സ്വാധീനമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ആ വിവാഹ ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായ സന്ദർഭത്തിൽ അതിലെ മധ്യസ്ഥതക്കായി ആലുവയിൽ നിന്ന് മറ്റൊരു സമ്പന്നൻ കൂടെ പോവുകയുണ്ടായി. അങ്ങനെ ഭാര്യയുമായി അവർ അടുപ്പത്തിലാവുകയും പിന്നീട് ഈ ഭാര്യയെ തനിക്ക് വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തൻ്റെ കാമുകനെ ആയ ആൾക്കെതിരായിട്ടൊരു കേസ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അവർ രൂപപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലുവയിലെ തന്നെ സ്വദേശിയായ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഒരു മൊഴി രേഖപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുന്ന ആ മൊഴി രേഖപ്പെടുത്തി മിനിറ്റുകൾക്കകം ഇതിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന താരിഖിനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് പോലീസിനെതിരായിട്ട് പ്രതികരിക്കാനോ ഇതിന്റെ സത്യാവസ്ഥകൾ ജനങ്ങളെ അറിയിക്കാനോ ഉള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വിചാരണയിൽ വരുമ്പോൾ ഇത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് 2020 മുതൽ ഇപ്പൊ ഈ കഴിഞ്ഞ 6 വർഷത്തോളം നീണ്ട വിചാരണ പൂർത്തീകരിച്ചിട്ട് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ആ വിധിയിലെ പ്രധാന കണ്ടെത്തലുകൾ ആണ് ഈ വിധിയെ കൂടുതൽ സമ്പന്നമാക്കുന്നത്. കാരണം കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ ഈ പ്രതിയുടെ ഭാര്യയുടെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന മണത്താട്ട് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വലിയ സാമ്പത്തിക സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളും ഗൂഢാലോചന നടത്തി ചമച്ചെടുത്ത ഒരു കേസാണിതെന്ന് ഇപ്പോ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണയായി നമ്മൾ ഇതുപോലുള്ള പീഡന കേസുകൾ വരുമ്പോൾ അതിൽ വസ്തുതയുള്ള കേസും ഉണ്ടാകും, അവാസ്തവമായ കേസുകൾ ഉണ്ടാകും. അതാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ ശ്രദ്ധയപ്പെടുത്തുന്നത്. അന്ന് ഈ പ്രതിയുടെ ഫോട്ടോ വെച്ച് പ്രധാന പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വലിയ വാർത്തയായി വരുന്നു. ആ നാട്ടിലെ നാട്ടുകാരടങ്കലം അറിയുന്നു, കുടുംബാംഗങ്ങൾ അറിയുന്നു, ബന്ധുക്കൾ അറിയുന്നു, സുഹൃത്തുക്കൾ അറിയുന്നു. അദ്ദേഹത്തിനെ ഞാൻ ജാമ്യമെടുത്ത് അന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നേരെ അദ്ദേഹം പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എനിക്കിത് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നതാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്ന ഒരാളെയാണ് ജീവിതത്തിലെ ഈ നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്തായി നടന്നു വരുന്ന ഇതുപോലുള്ള പീഡന പരാതികളെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചിലതിൽ വസ്തുതകൾ ഉണ്ടാകും,
വസ്തുതകളില്ലാത്ത കേസുകളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഏറ്റവും ഒടുവിലായി കേരള ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചുണ്ടായി. പ്രധാന മാധ്യമ സുഹൃത്തുക്കളൊക്കെ അത് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഒരു പെൺകുട്ടി വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അത് അതേപടി വിഴുങ്ങി അതേപടി നടപടിയായി പോകുന്ന ഒരു സംവിധാനമാണ് നാട്ടിൽ നിലവിലുള്ളത്. അത് ശരിയല്ല. ഒരു പരാതി വന്നാൽ ആ പരാതിയുടെ നിജസ്ഥിതിയും അതിൽ പ്രതിക്ക് പറയാനുള്ള ഭാഗം കേട്ടിട്ട് ആ പ്രതിയുടെ ഭാഗം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കടമയാണ്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് കേരള ഹൈക്കോടതി ഈ അടുത്തിടെ പ്രഖ്യാപിച്ച ഒരു വിധി. ആ വിധി ഈ കേസിലെ വിധിയിലും ഈ കോടതി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു നിരപരാധിയെ, അതായത് ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം സംഭവിച്ചു എന്നൊരു സ്ത്രീ വന്ന് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം അതിന് വേറെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ അങ്ങനെ പരാതി നൽകിയാൽ ആ പരാതി വിശ്വസനീയമാണെങ്കിൽ മറ്റു യാതൊരു തെളിവുകളും വേണ്ട. അതാണ് ഇന്ന് എല്ലാവരും പറയാനുള്ള സ്ത്രീ പീഡന കേസുകളിൽ പെടുത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഒരു തെളിവും വേറെ വേണ്ട. ഒരു സ്ത്രീയുടെ മൊഴി മാത്രം അടിസ്ഥാനപ്പെടുത്തി ശിക്ഷിക്കാമെന്നാണ് സുപ്രീം കോടതിയും അടുത്ത കാലങ്ങളിലെ വിധികളുള്ളത്. അതുകൊണ്ടാണ് മറ്റെന്ത് കേസിലും ഉൾപ്പെട്ടതുപോലെയല്ല ഒരു മനുഷ്യൻ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടുക എന്നത്. അങ്ങനെ ഒരു റേപ്പ് കേസ് വന്നതിനെ തുടർന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ പോകുന്നു. അങ്ങനെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോടതികൾ വളരെ സസൂക്ഷ്മം ഇത്തരം കേസുകളെ പരിശോധിക്കാൻ തുടങ്ങിയത്. ഈ കേസില് കോടതിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, ഇദ്ദേഹം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ആ സ്ത്രീ വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമാണെന്ന് കോടതിക്ക് ബോധ്യമായി. ഇതൊന്നും പോലീസ് അന്വേഷിച്ചില്ല. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഹബിനം, ശിവലക്ഷ്മി കെ, രാഹുൽ ഓലഞ്ചേരി, നിഫിത കെ എ, വർഷ എസ് ദാസ്, നിരഞ്ജന കെ എസ്, ഹിമ, റഹസൽ റഹ്മാൻ എന്നിവരാണ് അതിവേഗ കോടതിയിൽ ഹാജരായത്. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ. സ്റ്റേഷനിലേക്ക് ചെന്നു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുത്തിയിട്ടാണ് ഇവരെന്നെ FIR ഇട്ട് റിമാൻഡ് ചെയ്തത്. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പീഡന പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയോ ഈ പറഞ്ഞ അതിജീവിത എന്ന് പറയുന്ന ഈ ലേഡിയായിട്ട് ഞാനൊരു ബന്ധമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് ഈ ഭാര്യയുടെ കാമുകനായ മണത്താട്ട് അടിമക്കുട്ടി മകൻ അഷറഫിന്റെ കസിൻ സിസ്റ്ററാണ്. കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ കൊച്ചാപ്പാന്റെ മകളാണ്. ആ കൊച്ചാപ്പാന്റെ മകളെ ഉപയോഗിച്ചിട്ടാണ് എനിക്കെതിരെ ഈ പീഡന കേസ് ഉണ്ടാക്കിയത്. ആ സ്ത്രീക്ക് ഇതുപോലെ തന്നെ വേറൊരു കേസ് ഇരിങ്ങാലക്കുട കോടതിയിൽ മറ്റൊരാൾക്കെതിരെ ഈ പെണ്ണ് കൊടുത്തിട്ട് അയാളും 82 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അത് കോടതിയിൽ വന്ന് മൊഴി മാറ്റി പറഞ്ഞ് ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ അഷറഫ് എന്ന് പറയുന്ന ആള്, ഈ മണത്താട്ട് അഷറഫ് എന്ന് പറയുന്ന ആള് എന്റെ ഭാര്യയുടെ സ്വത്തും ഭാര്യയെയും സ്വന്തമാക്കാൻ വേണ്ടി, അതുപോലെ എന്റെ കുട്ടിയെ അവർക്ക് കസ്റ്റഡി കിട്ടാനും വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു കേസാണിത്. എന്റെ ഭാര്യയുടെ പേരിൽ ഞാനും ഭാര്യയുടെ ബ്രദറായ വലീദ് എന്ന് പറയുന്ന സഹോദരനും കൂടി ഒരു സ്കൂൾ വാങ്ങിച്ചിരുന്നു. അത് അന്ന് ഭാര്യ അവിടുത്തെ ടീച്ചറായിരുന്നു. ആ ഭാര്യ ആ സ്കൂൾ ഇന്ന് ഈ കാമുകന്റെ പേരിലാണ്, അവന്റെ പേരിലേക്ക് മാറ്റി. അപ്പോൾ എന്റെ ഭാര്യയെയും സ്വത്തും അതുപോലെ തന്നെ എന്റെ മകളെയും എന്നെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ നോക്കിയത്. അത്രക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. കാരണം ഞാനും വലിയൊരു കുടുംബത്തിലുള്ള ആളാണ്. എനിക്ക് ഒരു കല്യാണത്തിനോ അതുപോലെ തന്നെ ഒരു മരണാവശ്യത്തിനോ പോകാൻ കഴിഞ്ഞിട്ടില്ല. മാനസികമായും സാമ്പത്തികമായും മൊത്തം തകർച്ചയിലായിരുന്നു. ജയിലിൽ നിന്ന് തുടങ്ങിയ ഉടനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ പലരും എന്നെ ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു കേസാണ്. തളരരുത്, മുന്നോട്ട് പോകണം എന്ന് ശരിക്കും എനിക്ക് എല്ലാവരും കൂടെ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ.